യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവ്യ എസ് അയ്യർ IAS. ഈ ഒരു ഉദ്യോഗസ്ഥ ഇഷ്ടമല്ലാത്ത ആരും തന്നെ കാണത്തില്ല. സോഷ്യൽ മീഡിയയിൽ വളരെയധികം പോപ്പുലർ ആണ് ഈ ഒരു ഉദ്യോഗസ്ഥ. എനിക്കും വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ കഴിഞ്ഞ ദിവസം തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, യേശു എന്നാൽ എന്നുള്ളതാണ് ടൈറ്റില്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച് വളർന്ന ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലാത്ത 6 കാര്യങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് അതിനകത്ത് പറയുന്നത്. അത് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകളും ഇത് തീർച്ചയായിട്ടും കാണണം അവസാനം വരെ. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ IAS പദവിയിലിരിക്കുന്ന ഈ ഒരു ഉദ്യോഗസ്ഥ അത് ഉന്നയിക്കുന്ന സമയത്ത് അതിന് പ്രത്യേകമായിട്ടുള്ള ചില വാല്യൂ ഉണ്ട്. അതായത് ഇത് ചില ആളുകൾ കേട്ട് വിശ്വസിക്കും. അപ്പോൾ ഇതിനകത്തിൽ എത്രത്തോളം വിശ്വാസയോഗ്യത ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമുക്കത് ഒന്നൊന്നായിട്ട് ഒന്ന് കേട്ടു നോക്കാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദിവ്യ മേഡത്തിന്റെ തത്തുല്യവാദങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ വാദം, യേശു ക്രിസ്തു ഒരു കറുത്ത വർഗക്കാരൻ ആണ് എന്നുള്ളതാണ്. യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് 3 നല്ല വാദങ്ങളുണ്ട്. 1, അവൻ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചിരുന്നു. 2, അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു. 3, അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല. യേശു ക്രിസ്തു ഒരു കറുത്ത വർഗക്കാരനാണ് എന്നുള്ള മാഡത്തിന്റെ തത്തുല്യവാദം നിങ്ങൾ കേട്ടല്ലോ. അതിന് 3 പോയിന്റുകളാണ് പറയുന്നത്. അതിൽ 2 പോയിന്റ് നമുക്ക് വിടാം. 3ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന് കൃത്യമായിട്ടുള്ള ഒരു വിചാരണ ലഭിച്ചില്ല എന്നുള്ളതാണ്. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം കൃത്യമായിട്ടുള്ള വിചാരണ ലഭിച്ചു എങ്കിൽ എങ്ങനെ നിറവേറും എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇനി നമുക്ക് 2ാമത്തെ മേഡത്തിന്റെ തത്തുല്യവാദത്തിലേക്ക് കടന്നിയല്ലാം. യേശു ക്രിസ്തു ഒരു ജൂതനാണ് എന്നുള്ള തത്തുല്യവാദമാണ് 2ാമതായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനകത്ത് യേശു യേശു എന്നാണ് പറയുന്നത്. യേശു എന്നുള്ള പേര് അന്നത്തെ കാലത്ത് കോമൺ ആയിട്ട് എല്ലാ ആളുകൾക്കും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ജീസസ് ക്രൈസ്റ്റ്, അതായത് യേശു ക്രിസ്തു എന്ന് വിളിക്കാം. പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു. 2, അവൻ 32 വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു. 3, അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു. ഈ ഒരു വാദത്തില് ബൈബിൾ അടിസ്ഥാനമാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലേക്ക് കടക്കുന്നില്ല. ഇനി മേഡത്തിന്റെ 3ാമത്തെ തത്തുല്യവാദത്തിലേക്ക് കടക്കാം. അതായത് ഈ പറഞ്ഞ യേശു ക്രിസ്തു ഒരു ഇറ്റലിക്കാരനാണ് എന്നുള്ളതാണ് അടുത്ത തത്തുല്യവാദം. അത് നമുക്കൊന്ന് കേൾക്കാം. പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു. 2, ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വീഞ്ഞു കുടിച്ചു. 3, അവൻ ഒലീവെണ്ണ ധാരാളം ഉപയോഗിച്ചു. ഈ വാദത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് സ്ഥിരമായിട്ട് വീഞ്ഞു കുടിക്കുകയും പിന്നീട് സ്ഥിരമായിട്ട് ഒലിവെണ്ണ ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇറ്റലിക്കാരനായി മാറുമോ? അതൊരു വലിയ ചോദ്യമാണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അടുത്തിട്ടും ഒരുപാട് വാദങ്ങൾ ഇനിയും കിടക്കുന്നു. ഇനി അടുത്ത ദിവ്യ മേഡത്തിന്റെ വാദം, അതായത് തത്തുല്യ വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഒരു കാലിഫോർണിയക്കാരനാണ് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ വാദം ഒന്ന് കേട്ടു നോക്കൂ. പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ ഒരിക്കലും മുടി മുറിച്ചില്ല. 2, എല്ലാ സമയവും അവൻ നഗ്നപാതനായി ചുറ്റി നടന്നു. 3, അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു. ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ രീതിയിൽ ബൈബിള് ദിവ്യ മേഡം പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം. അതായത് ബൈബിൾ വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനായിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത്, പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതിനകത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമേ രക്ഷിക്കൂ എന്നുള്ള കാര്യമൊന്നും ബൈബിളിൽ പറയുന്നില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാ ആളുകൾക്കും രക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ് അതിനകത്തിൽ പറയുന്നത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തു ചെയ്തത്.
ഇനി അടുത്ത വാദമാണ് ഒന്നും കൂടെ വിചിത്രമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഒരു അയർലൻഡുകാരനായിരുന്നു എന്നുള്ളതാണ്. ആ വിചിത്രവാദത്തിലേക്ക് നമുക്ക് കടക്കാം. ആ തത്തുല്യവാദത്തിലെ 3 പോയിന്റുകൾ നമുക്ക് കേൾക്കാം. പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും 3 തത്തുല്യവാദങ്ങളുണ്ട്. 1, അവൻ വിവാഹമേ കഴിച്ചില്ല. 2, അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. 3, അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ച് ദിവ്യ മേഡം പറയുന്ന ഈ 5 തത്തുല്യവാദങ്ങളും നമുക്കങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. ഇനി 6ാമതായിട്ട് പറയുന്ന തത്തുല്യവാദമാണ് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കാത്തത്. അതായത് യേശുക്രിസ്തു ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ളതാണ് തത്തുല്യവാദമായിട്ട് ദിവ്യ മേഡം ഉന്നയിക്കുന്നത്. അതിന് 3 പോയിന്റ് പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ. എന്നാൽ യേശു ഒരു സ്ത്രീ ആയിരുന്നു എന്നതിന് 3 ശക്തമായ വാദങ്ങളുണ്ട്. ഏതൊക്കെയെന്നോ? 1, തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു. 2, ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 3, പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ എണീറ്റു വരേണ്ടി വന്നു. യേശുവെന്നാൽ ദിവ്യ മേഡം പറഞ്ഞ 6 തത്തുല്യവാദങ്ങളും നിങ്ങൾ കേട്ടല്ലോ. ക്രിസ്തു എന്നാൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്. അപ്പോൾ 5 പോട്ടെ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 6ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ഒരു സ്ത്രീയാണ് എന്നുള്ള തത്തുല്യവാദമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 6 തത്തുല്യവാദങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ 3 പോയിന്റുകൾ പറയുന്നുണ്ട്. ഈ ഒരു വാദവുമായിട്ട് യാതൊരു വിധമായിട്ടുള്ള യോജിപ്പുമില്ലാത്ത പോയിന്റുകളാണ് പറയുന്നത്. ചിലതൊക്കെ ബൈബിളിലുള്ളതാണ്, ചിലതൊന്നും ബൈബിളുമായിട്ട് ഒരു കുലബന്ധം പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ യേശുക്രിസ്തു ഒരു സ്ത്രീയാണ് എന്നുള്ള തത്തുല്യവാദം പറയുന്ന സമയത്ത് നമ്മൾ ബൈബിൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളായിട്ടുള്ള ബൈബിൾ വായിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം, യേശുക്രിസ്തുവിനെ ബൈബിളിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് ദൈവപുത്രനായിട്ടാണ്, അല്ലാതെ ദൈവപുത്രിയായിട്ടല്ല. ദൈവപുത്രൻ എന്ന് പറയുന്ന ഒരുപാട് ഭാഗങ്ങൾ ബൈബിളിനകത്തുണ്ട്. അതെല്ലാം ഒന്നും ഇവിടെ എടുത്തു വെച്ച് പറയുന്നില്ല. ഒരുപാട് ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളും ഇത് കേൾക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ബൈബിളിലെ വാക്യങ്ങൾ എടുത്തു വെച്ച് ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് പറയുന്നില്ല. ദിവ്യമയുടെ ഈ ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. അതായത് യേശുക്രിസ്തു എന്നാൽ എന്നുള്ള ഒരു കാര്യമായിട്ട് വന്ന് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ 6 തത്തുല്യവാദങ്ങൾ ദിവ്യമയുടെ ഉന്നയിക്കുന്ന സമയത്ത് ഏതോ ലാപ്ടോപ്പിൽ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആരോ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ഇതുവരെ ഇത്തരത്തിലുള്ള തത്തുല്യവാദങ്ങളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല. ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്, എങ്കിലും ഇങ്ങനെയുള്ളൊരു വാദം കേട്ടിട്ടില്ല. ഒരുപാട് നിരീശ്വരവാദികൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇടമറക് ഉൾപ്പെടെയുള്ള നിരീശ്വരവാദികൾ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിനകത്തിലൊന്നും ഇതുവരെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും നിരത്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതായത് യേശുക്രിസ്തു സ്ത്രീ എന്നുള്ളൊരു വാദം ഒരിടത്തും ഒരു നിരീശ്വരവാദി പോലും തമാശയ്ക്ക് പോലും പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ദിവ്യ മേഡം IAS പദവി വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ വന്ന് ഇത്തരത്തില് ക്രിസ്തുവിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ഇത് വിശ്വസിക്കും. അതായത് വിശ്വാസത്തിന്റെ കയ്യാലപ്പുറത്തിരിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് നല്ല രീതിയിൽ വിശ്വാസമില്ലാതെ ക്രിസ്ത്യാനി എന്ന നിലയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവര് ചില ആളുകൾ വിശ്വസിക്കും. അതോടൊപ്പം ബൈബിൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാത്ത ചില ആളുകളും അത് വിശ്വസിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ദിവ്യമയുടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇത്തരത്തിലുള്ള ഒരു കാര്യം കേട്ടിട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായിട്ട് മറ്റാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. അത്തരത്തിലുള്ള തെളിവുകൾ ഞാൻ ഇതുവരെ വായിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ചില ആളുകളുടെ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുവാൻ അത് കാരണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.